അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് ഷേപ്പ് ബിൽഡർ ടൂൾ ആണ്. ഫസ്റ്റ് ഷേപ്പ് ബിൽഡർ ടൂൾ. ഓക്കെ, രണ്ട് ഒബ്ജക്റ്റിന് രണ്ട് പാർട്ടിക്കുലർ ഷേപ്പ് ഉള്ള രണ്ട് ഒബ്ജക്റ്റിനെ കമ്പൈൻ ചെയ്ത് ഒറ്റ പാർട്ടിക്കുലർ ഒബ്ജക്റ്റ് ആക്കുന്നത് എങ്ങനെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. അതിന് നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇല്ലുസ്ട്രേറ്ററിൽ ഷേപ്പ് ബിൽഡർ ടൂൾ എന്ന് പറഞ്ഞ ടൂളാണ്. സോ നമുക്കിവിടെ ജസ്റ്റ് ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഫസ്റ്റ് കാണുന്ന ടൂളാണ് ഷേപ്പ് ബിൽഡർ ടൂൾ. ഓക്കെ, അത് ആദ്യം നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് രണ്ട് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. ഒരു റെക്റ്റാങ്കിൾ ഞാനിപ്പോൾ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ എപ്പോഴും ഇങ്ങനെ സ്ട്രോക്ക് മാത്രമേ വരുള്ളൂ, ഫില്ല് വരില്ല. സോ നമുക്ക് ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫില്ലും സ്ട്രോക്കും നമുക്ക് മാറ്റാൻ പറ്റും. ഇപ്പോൾ ഗ്രേഡിയൻ്റ് ആണ് ഇരിക്കുന്നത്. ഈ കളർ ഉണ്ടല്ലോ, ഈ കളറിൽ ഒരു പ്രാവശ്യം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ അത് കളർ മാറ്റാൻ പറ്റും. ഓക്കെ, ഡബിൾ ക്ലിക്ക് ചെയ്യുക, കളർ മാറുന്നത് ഇവിടെ നമുക്ക് കളർ ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ, കളർ ചെയ്യുന്നു. സോ വളരെ എളുപ്പത്തിൽ നമുക്ക് സ്ട്രോക്ക് അല്ലെങ്കിൽ ഫില്ല് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്താലും മതിയോ, അല്ലെങ്കിൽ ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, സോ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പർട്ടിക്കുലർ ഒബ്ജക്റ്റും വേറൊരു പർട്ടിക്കുലർ ഒബ്ജക്റ്റും കൂടെ ചേർത്തിട്ട് ഒറ്റ ഒരു ഒബ്ജക്റ്റ് ആക്കിയിട്ട് ഫോം ചെയ്യാണ് നമ്മൾ ചെയ്യുന്നത്. സോ ഞാൻ രണ്ട് ഒബ്ജക്റ്റിന് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത് വെച്ചു. ഒന്നിൻ്റെ ടോപ്പിൽ വെച്ചു. ഫൈൻ. സോ ഇതിൽ ക്ലിക്ക് ചെയ്തു. ഞാൻ ഇതിൻ്റെ കളർ നമുക്കൊന്ന് ചേഞ്ച് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ഒബ്ജക്റ്റാണ്. ഒരു ഒബ്ജക്റ്റ് ഒന്നിൻ്റെ ടോപ്പിലിരിക്കുകയാണ്. നമുക്ക് ജസ്റ്റ് ഇത് സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ ഷേപ്പ് വേണമെങ്കിൽ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് മാറ്റാം. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും ഒറ്റ സിംഗിൾ പീസ് ഓഫ് ഒബ്ജക്റ്റ് ആയിട്ട് മാറണം. അതിന് വേണ്ടിയാണ് നമ്മൾ ഈ ടൂൾ യൂസ് ചെയ്യുന്നത്. ഏതാണ്? ഷേപ്പ് ബിൽഡർ ടൂൾ, അല്ലെങ്കിൽ അതിൻ്റെ ഷോർട്ട് കട്ട് എന്ന് പറഞ്ഞാൽ Shift+M ആണ്. ഓക്കെ, സോ അത് സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും രണ്ട് പർട്ടിക്കുലർ ഒബ്ജക്ട്സും സെലക്ട് ആയിരിക്കണം. ഒരൊറ്റ ഒബ്ജക്റ്റ് മാത്രം സെലക്ട് ആവാൻ പാടില്ല, എന്നാൽ ഇത് വർക്ക് ചെയ്യത്തില്ല. സോ രണ്ട് ഒബ്ജക്റ്റും ഞാൻ സെലക്ട് ചെയ്ത് ഡ്രാഗ് ചെയ്തിട്ട് രണ്ട് ഒബ്ജക്റ്റും സെലക്ട് ആയെന്ന് ഉറപ്പ് വരുത്തുക. അതിനുശേഷം നമ്മൾ ആ ടൂളിലോട്ട് പോകുന്നു. ഷേപ്പ് ബിൽഡർ ടൂളിൽ ഒരു പ്രാവശ്യം ക്ലിക്ക് ചെയ്യുക. അവിടെ ഒരു പ്ലസ് മാർക്ക് ഇങ്ങനെ കാണിക്കും. ഫൈൻ, നമുക്ക് ആ ഒരു പ്ലസ് മാർക്ക് ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് നോക്കാം. കണ്ടോ? അപ്പോൾ എന്തായി? ഒരു പർട്ടിക്കുലർ ഒബ്ജക്റ്റ് ആയിട്ട് മാറി. സോ നമുക്ക് ഡ്രാഗ് ചെയ്തിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇതിപ്പം നമ്മൾ ജസ്റ്റ് സെലക്ഷൻ മാത്രമേ ആയിട്ടുള്ളൂ. ഓക്കെ, നമുക്കൊരു കാര്യം ചെയ്യാം. ഈ ഒബ്ജക്റ്റ് വേറെ ഏതെങ്കിലും പൊസിഷനിൽ വയ്ക്കാം. ഇവിടെ വെച്ചിട്ട് രണ്ടിനെയും കൂടെ സെലക്ട് ചെയ്യാം. രണ്ട് പർട്ടിക്കുലർ ഒബ്ജക്റ്റിനെയും കൂടെ സെലക്ട് ചെയ്യാം. അതിനുശേഷം ഇവിടെ സെലക്ട് ചെയ്താലും സെയിം പ്രോപ്പർട്ടി ആയിരിക്കും വരുന്നത്. കണ്ടോ? ഈ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ നിന്ന് അത് ബ്ലെൻഡായി. ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടൂളാണ്. ചില സമയത്ത് ചില പർട്ടിക്കുലർ ഷേപ്സ് ഒക്കെ നമുക്ക് നമ്മുടെ കൺവീനിയൻസിനനുസരിച്ച് അനുസൃതമായിട്ട് വരയ്ക്കാൻ പറ്റുന്ന ഒരു ടൂളാണ് ഈ ഒരു ടൂള്. ഓക്കെ, ഈ ഷേപ്പ് തന്നെ അല്ല, വേറെ ഏത് ഷേപ്പ് ആണെങ്കിലും നമുക്ക് ഈസി ആയിട്ട് കൺവേർട്ട് ചെയ്യാം. ഒരേ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ഒബ്ജക്റ്റും എന്തായിരിക്കണം? ഒരൊറ്റ സിംഗിൾ സെലക്ഷൻ ആയിരിക്കണം. ഓക്കെ, അപ്പോൾ ഉദാഹരണത്തിന് വേറൊരു നമുക്ക് സ്റ്റാർ ആണെന്നുണ്ടെങ്കിൽ സ്റ്റാർ ഇങ്ങനെ വരയ്ക്കാം. ഒരു ഒബ്ജക്റ്റിൻ്റെ മുകളിലും ആയിരിക്കണം. രണ്ടും സെലക്ട് ചെയ്യുക. ഓക്കെ, അതിനുശേഷം നമ്മുടെ ടൂൾ എടുക്കുന്നു, മുകളിൽ നിന്ന് താഴേക്ക് ഡ്രാഗ് ചെയ്യുക. ആണോ? നമുക്കല്ലാതെ ബ്ലെൻഡും കാര്യങ്ങളും ഉണ്ടെങ്കിലും ഇപ്പം നമ്മുടെ കൺവീനിയൻസിനനുസരിച്ച് ആ ഒരു പർട്ടിക്കുലർ ഷേപ്പ് നമ്മുടെ കൺവീനിയൻറ്റ്. മറ്റേത് നമുക്ക് കമ്പൈനും, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, കമ്പൈനും ഇതെല്ലാം ചെയ്യാൻ പറ്റുമെങ്കിലും ഇത് നമ്മുടെ ആ കൺവീനിയൻസിനനുസൃതമായിട്ട് നമുക്കിതിനെ ഈസി ആയിട്ട് വരച്ച് ഒറ്റ ഷേപ്പായിട്ട് നമുക്ക് കൊണ്ടെത്തിക്കാൻ സാധിക്കും. ഇതിപ്പോൾ വർക്ക് ചെയ്യാത്തതെന്ന് പറഞ്ഞാൽ രണ്ടും സെലക്റ്റഡ് ആയിട്ടില്ല. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. എപ്പോഴും രണ്ട് ഒബ്ജക്റ്റ് ഒരുമിച്ച് സെലക്റ്റഡ് ആയിരിക്കണം, അല്ലാന്നുണ്ടെങ്കിൽ ഈ ടൂൾ വർക്ക് ചെയ്യുന്നതല്ല. ഓക്കെ, ജസ്റ്റ് ഇവിടെ ഡ്രാഗ് ചെയ്യുക, ഒറ്റ ഷേപ്പായിട്ട് കൊണ്ടുവരാം. ഓക്കെ, ഇനി നമുക്ക് സാധാരണ പോലെ നമുക്ക് എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എഡിറ്റ് ചെയ്യാൻ കണ്ടോ? കൺട്രോൾ ഹോൾഡ് ചെയ്ത് നമുക്ക് അതിനെ എഡിറ്റ് ചെയ്യാം. നമ്മളെ പെൻ ടൂൾ ഉണ്ട്, നമുക്ക് പെൻ ടൂൾ ആഡ് ചെയ്യാം. ബാക്കിയൊന്നും പറയണ്ടല്ലോ, നമ്മൾ ഓൾറെഡി ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തതാണ്. ഇവിടെ നമുക്ക് ഇതിൻ്റെ ആക്സസ് വേണമെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്യാം. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഇതിൻ്റെ അകത്ത് ഈസി ആയിട്ട് വർക്ക് ചെയ്യാം. ഓക്കെ, ഞാൻ ഇതിനെ ഡിലീറ്റ് ചെയ്യണേ. ഈ ടൂൾ എന്ന് പറഞ്ഞാൽ ഏതായിരുന്നു? നമ്മളിപ്പോൾ നോക്കിയത് ഷേപ്പ് ബിൽഡർ ടൂളാണ്. ഇനി അടുത്ത നമ്മൾ നോക്കുന്നതെന്ന് പറഞ്ഞാൽ ലൈവ് പെയിൻറ് ബക്കറ്റ് ടൂൾ. ലൈവ് പെയിൻറ് ബക്കറ്റ് ടൂൾ, അതിൻ്റെ ഷോർട്ട് കട്ട് K ആണ്. സ്ഥിരമായിട്ട് ഇല്ലുസ്ട്രേറ്ററിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ ഈ ഷോർട്ട് കട്ട് നമുക്ക് പെട്ടെന്ന് നമുക്ക് ടൂൾസ് ഒക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ എല്ലാ ഷോർട്ട് കട്ട് കാണാതെ പഠിച്ചു വയ്ക്കുക. ഇപ്പോൾ സ്ഥിരമായിട്ട് ഇല്ലുസ്ട്രേറ്റർ വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ വളരെ ഉപയോഗപ്രദമായിരിക്കും. ഇങ്ങനെ കാണാതെ പഠിച്ചു വെച്ചാൽ പെട്ടെന്ന് നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് ഏതാണ്? ലൈവ് പെയിൻറ് ബക്കറ്റ് ടൂൾ. ലൈവ് പെയിൻറ് ബക്കറ്റ് ടൂൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ഷേപ്പ് വരയ്ക്കാം. ഷേപ്പ് വരയ്ക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സാധാരണ ഒരു പെയിൻറ് ബ്രഷ് ടൂൾ വെച്ചിട്ട് വരയ്ക്കുക.
പെയിൻ മീൻസ് ഇപ്പോൾ ഒരു പർട്ടിക്കുലർ ഒരു പർട്ടിക്കുലർ ഷേപ്പിൽ തന്നെ പല പല കളർ ഫില്ല് ചെയ്യാനാണ് നമ്മൾ നോർമലി ഇത് യൂസ് ചെയ്യുന്നത്. ഏതാണ്? ലൈവ് പെയിന്റ് ബക്കറ്റ് ടൂൾ യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ നോർമലി നമ്മൾ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഒറ്റ ഓരോ ഒബ്ജക്റ്റിൻ്റെ അകത്ത് മാത്രമേ കളർ ഫില്ല് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, കളർ ഫില്ല് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് മൾട്ടിപ്പിൾ ആയിട്ട് നമ്മൾ കളർ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ഉപയോഗിക്കുന്നത്? ലൈവ് പെയിന്റ് ബക്കറ്റ് ടൂൾ ഉപയോഗിക്കുന്നത്. സോ ബ്രഷ് ടൂൾ എടുക്കുക. ഞാനൊരു റഫായിട്ട് എന്തെങ്കിലും ഒരു ഓപ്ഷൻ മീൻസ് ഇങ്ങനെ എന്തെങ്കിലും ഒരു വര ഇങ്ങനെ വരയ്ക്കുകയാണ്. എന്നിട്ട് ലാസ്റ്റ് അതുകൊണ്ട് ഞാൻ ഇങ്ങനെ അങ്ങ് ഫില്ല് ചെയ്തു. ഓക്കെ, അങ്ങനെ ഫില്ല് ചെയ്തു. ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പെയിന്റ് മുതലേ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇതിലും ശ്രദ്ധിക്കേണ്ടത്. ഇതിൻ്റെ ഇടയിലൂടെ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ കളർ ഫില്ലാവും. സോ ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഈ പാത്തിൽ ഇതാ നോക്കിയേ, ഈ പാത്തിൽ കൊണ്ടുവരിക. ഈ പാത്തിൽ കൊണ്ടുവരുന്ന സമയത്ത് കണ്ടോ രണ്ടും ക്രോസ് ഓവർ ആയിട്ട് കിടക്കുക. റൈറ്റ് ക്ലിക്ക് ചെയ്യുക. എപ്പോഴും അതിനെ നമ്മൾ എന്ത് ചെയ്യുക? ജോയിൻ ചെയ്ത് കൊടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ കളർ ഇതിൻ്റെ അകത്ത് ഫില്ല് ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ എത്ര ശ്രമിച്ചാലും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ ഈ വരയ്ക്കുന്നത് എന്താണ്? ഒരു അതിൻ്റെ അകത്ത് ഇതാ പാത്തായിട്ടാണ് ജനറേറ്റ് ആയിരിക്കുന്നത്. പുറത്ത് സ്റ്റോക്ക് ആണെങ്കിൽ അകത്ത് പാത്താണ്. ഓക്കെ, അത് ശ്രദ്ധിക്കണം. നമ്മളിപ്പോൾ വരച്ച ടൂൾ ഏതാണ്? പെയിന്റ് ബ്രഷ് ടൂളിൽ. സോ നമ്മൾ വരുന്നു, ആ ഒരു ഏരിയയിൽ ക്ലിക്ക് ചെയ്യുന്നു, റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, പാത്തിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, അതിന് ജോയിൻ കൊടുക്കുന്നു. എന്നാൽ മാത്രമേ ഈ ഒരു പർട്ടിക്കുലർ ഏരിയ ജോയിൻ ചെയ്യത്തുള്ളൂ. ഫൈൻ. ഓക്കെ, അത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഫസ്റ്റ് ഫ്രഷേഴ്സിന് സാധാരണ ഒരു മിസ്റ്റേക്ക് വരുന്ന ഒരു ഏരിയയാണ് ഈ ഒരു പറഞ്ഞ ഏരിയ. ഓക്കെ, ഇത് നമ്മളിപ്പോൾ ഒന്നും കൂടെ ഞാൻ ഈ ഒബ്ജക്റ്റിനെ വരയ്ക്കുകയാണ്. ഇങ്ങനെ പെയിൻ ടൂൾ വെച്ചിട്ട് ഞാൻ ഇങ്ങനെ വരച്ചു, ഇങ്ങനെ ക്രോസ് ഓവർ ആയിട്ട് വരച്ചു, ഇങ്ങനെ വരച്ചു, ഇങ്ങനെ കൊണ്ടുവച്ചു. ഇപ്പോൾ ആക്ച്വലി ഇത് ഫിൽഡ് അല്ല, ഇതിൽ ഫിൽഡ് അല്ല. കറക്റ്റായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇത് ഫിൽഡ് അല്ല എന്ന് അറിയാൻ പറ്റും. പക്ഷേ നമ്മൾ വരയ്ക്കുമ്പോൾ ചെറിയൊരു പ്രശ്നം ഉണ്ടെങ്കിൽ പോലും അത് കറക്റ്റായിട്ട് ഫില്ല്. അത് നമ്മൾ പെയിന്റ് പഠിക്കുമ്പോൾ മുതലേ അതുള്ളതാണ് സംഭവം. അത് ഫില്ല് കറക്റ്റായിട്ട് ആയിട്ടില്ലെങ്കിൽ അത് വർക്ക് ചെയ്യത്തില്ല. റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്താൽ മാത്രമേ അതിൻ്റെ ആ ഒരു പർട്ടിക്കുലർ ഏരിയക്കകത്ത് എന്താകത്തുള്ളൂ? കളേഴ്സ് ഫില്ല് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, നമുക്ക് കളർ ഫില്ല് ചെയ്ത് തുടങ്ങാം. ഇതിപ്പോൾ ഒരുപാട് ക്രോസ് ഓവർ ഉണ്ട്. ഇതൊന്ന്, ഇത് രണ്ട്, ഇത് മൂന്ന്. എത്ര ക്രോസ് ഓവർ ഉണ്ടെങ്കിലും നമുക്കൊരു പ്രശ്നമുള്ള കാര്യമല്ല. ഫൈൻ. അപ്പോൾ നമ്മൾ ചെയ്യുന്ന പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ പർട്ടിക്കുലർ ടൂൾ എടുക്കുക. ഫസ്റ്റ് ലൈവ് പെയിന്റ് ബക്കറ്റ് ടൂൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അത് ആക്റ്റീവ് ആവും. ഇവിടെ നിന്ന് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കുക ഏത് കളറാണ് വേണ്ടത്. ഞാനിപ്പോൾ ഈ കളർ കൊടുത്തു കഴിഞ്ഞാൽ ഇത് കംപ്ലീറ്റ് ആയിട്ട് ഈ കളർ ഫില്ലാവും. ഓക്കെ, അതിൽ നിന്ന് എടുക്കുന്നു. ഇതിൻ്റെ അതിപ്പോൾ എല്ലാ കളറും ഇതിൻ്റെ അകത്ത് ഫിൽഡ് ആണ്. അപ്പം ഞാൻ ചെയ്യുന്ന പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കളർ പിക്ക് ചെയ്ത് കൊടുക്കാം. ഡബിൾ ക്ലിക്ക് ചെയ്യുക, അടുത്ത കളർ എടുക്കുക. ഏത് കളറാണോ ആ കളർ എടുക്കുക. അടുത്ത സ്ഥലത്തുകൊണ്ട് ഫില്ല് ചെയ്യുക. കണ്ടോ, ഫിൽഡായി. ഓക്കെ, അടുത്ത കളറാണെങ്കിൽ അടുത്ത കളർ ഇവിടുന്ന് പിക്ക് ചെയ്യുക. ഏത് കളർ വേണം? ഇതാ ഈ കളർ ഇവിടുന്ന് പിക്ക് ആയാലോ. നമ്മളിവിടെ കളർ സ്വാച്ചസ് ഓൺ ആക്കിയിട്ടിരിക്കുകയാണ്. പെട്ടെന്ന് പിക്ക് ചെയ്യാൻ ക്ലിക്ക് ചെയ്യുക. കണ്ടോ, അതായത് ഒറ്റ ഇതിൽ തന്നെ നമുക്ക് പർട്ടിക്കുലർ ഏരിയക്കകത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫില്ല് ചെയ്ത് കൊടുക്കാൻ പറ്റും. മൾട്ടിപ്പിൾ ഇമേജസ് ഒറ്റ ഇമേജിൽ തന്നെ മൾട്ടിപ്പിൾ ടൈപ്പ് ഓഫ് കളേഴ്സ് നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റും. അത് ഭയങ്കര ഉപയോഗപ്രദമായിട്ടുള്ള ഇതാണ്. ഫോട്ടോഷോപ്പിൽ നമുക്കത് ഇങ്ങനെ ഒരു ഓപ്ഷൻ ഫോട്ടോഷോപ്പിൽ നമുക്ക് പാടാണ്. അല്ലെങ്കിൽ ഓരോന്ന് വരച്ചിട്ട് നമ്മൾ അതിൻ്റെ അകത്ത് ഓരോ കളർ ഫില്ല് ചെയ്യേണ്ടി വരും. അത് നമുക്ക് ബുദ്ധിമുട്ടാണ്. ഇത് നമുക്ക് വരച്ച് ജസ്റ്റ് ആ ഒരു പർട്ടിക്കുലർ ഏരിയക്കകത്ത് മാത്രം ഒരു കറക്റ്റായിട്ട് അത് അടഞ്ഞിട്ടുണ്ടെങ്കിൽ, ആ ഒരു ഗ്യാപ്പ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് അതിൻ്റെ അകത്ത് എന്ത് ചെയ്യാൻ പറ്റും? കളർ ഈസി ആയിട്ട് നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ, അടുത്ത നമ്മൾ നോക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇതിനെ റിമൂവ് ചെയ്യുകയാണ്. അടുത്ത നോക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പെർസ്പെക്റ്റീവ് എന്ന് പറഞ്ഞൊരു സംഭവം ഇതിൻ്റെ അകത്തുണ്ട്. പെർസ്പെക്റ്റീവ് ഗ്രിഡ് ടൂൾ എന്ന് പറഞ്ഞൊരു ടൂൾ ഇതിൻ്റെ അകത്തുണ്ട്. ഓക്കെ, പെർസ്പെക്റ്റീവ് ഗ്രിഡ് ടൂൾ അത് നോർമലി നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു പ്രാവശ്യം ഇങ്ങനെ ക്ലിക്ക് ചെയ്യുക, ഓട്ടോമാറ്റിക്കായിട്ട് ആ ഒരു ഗ്രിഡ് ടൂൾ ഇവിടെ ആക്റ്റീവായിട്ട് വരും. അപ്പം നമുക്ക് പെർസ്പെക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബേസിക്കലി പെർസ്പെക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഇതാണ് പെർസ്പെക്റ്റീവ്. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ നോക്കുന്ന സമയത്ത് എനിക്ക് ആ എൻഡ് വരെ കാണാൻ പറ്റുള്ളൂ, അല്ലേ? ആ ഒരു പർട്ടിക്കുലർ ഏരിയ കാണാൻ പറ്റുള്ളൂ. മറിച്ച് ഞാൻ അങ്ങോട്ട് നടന്ന് പോകുന്നതോറും എൻ്റെ പെർസ്പെക്റ്റീവ് മാറിക്കൊണ്ടേയിരിക്കും. ഓക്കെ, ബേസിക്കലി പെർസ്പെക്റ്റീവിൻ്റെ ഒരു ഐഡിയ പറഞ്ഞതാണ്. ഓക്കെ, പെർസ്പെക്റ്റീവ് എന്ന് വെച്ചാൽ നമുക്ക് എല്ലാ ഏരിയയിലും നമുക്ക് കാണാൻ പറ്റും. നമ്മൾ മെയിനായിട്ട് നോക്കുന്ന ഏരിയ ഏതാണ്? നമ്മൾ ഇവിടെ നിന്ന് നോക്കുന്ന ഒരു ഏരിയ. ആ ഒരു പെർസ്പെക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആയിരിക്കും അത് എൻഡ് ചെയ്യുന്നത്. ഓക്കെ, ആ ആക്സിസ് എൻഡ് ചെയ്യണത് നമ്മൾ ട്രെയിനിൽ റെയിൽവേ ട്രാക്കിൽ കൂടെ നടന്നു പോകുമ്പോൾ കുറച്ചുകൂടെ നടന്നു പോകുമ്പോൾ പെർസ്പെക്റ്റീവ് മാറും. ഓക്കെ, അപ്പോൾ ബേസിക് ആയിട്ടുള്ള പെർസ്പെക്റ്റീവിന്റെ കൺസെപ്റ്റ് മനസ്സിലായാലും എന്താണെന്ന്. പിന്നെ നമുക്ക് ഈ ഒരു ഏരിയക്കകത്തൊക്കെ നമുക്ക് എന്ത് അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും? മീൻസ് ഈ ഇരിക്കുന്ന പെർസ്പെക്റ്റീവിന് അനുസൃതമായിട്ട് നമ്മൾ പെർസ്പെക്റ്റീവിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അത് ആക്ച്വലി അനിമേഷൻ പെർസ്പെക്റ്റീവിൽ വരുന്നതാണ്, അതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. ഓക്കെ,
അതുകൊണ്ട് ഇപ്പോൾ തൽക്കാലം അത് നമ്മൾ നോക്കുന്നില്ല. നമ്മൾ ജസ്റ്റ് ഇതിൻ്റെ അകത്ത് എന്താണ് മെയിനായിട്ട് ഒബ്ജക്ട്സിനെ നമുക്ക് ഇതിൻ്റെ അകത്ത് എങ്ങനെ പെർസ്പെക്റ്റീവ് അനുസൃതമായിട്ട് വരയ്ക്കാം എന്നുള്ള കാര്യമാണ് നമ്മൾ നോക്കുന്നത്. സോ നമുക്ക് ഇഷ്ടമുള്ള ഒബ്ജക്റ്റ് എടുക്കാം. ഞാനിപ്പോൾ റെക്റ്റാങ്കിൾ ആണെങ്കിൽ ജസ്റ്റ് റെക്റ്റാങ്കിൾ എടുക്കുക. ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ അവർ നമുക്ക് വരയ്ക്കാൻ തന്നിട്ടുണ്ട്. മീൻസ് എത്ര ആക്സിസിലാണ് നമ്മൾ വെക്കുന്നത് ആ ഗ്രിഡിൻ്റെ ഓപ്ഷൻ ഇതിൻ്റെ അകത്ത് തന്നിട്ടുണ്ട്. റൈറ്റ് ഗ്രിഡ്, ഹൊറിസോണ്ടൽ ഗ്രിഡ്, ലെഫ്റ്റ് ഗ്രിഡ്. ഓക്കെ, നമ്മളിപ്പോൾ നിൽക്കുന്ന ലെഫ്റ്റ് ഗ്രിഡാണ്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക. നമ്മൾ ഏതൊക്കെ ഗ്രിഡിലാണ് പോകുന്ന ആ ഏരിയയിലേക്ക് നമുക്ക് മൗസ് പോയിന്റർ കൊണ്ട് ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമ്മളിങ്ങനെ ഇതാ വരയ്ക്കുമ്പോൾ തന്നെ അവർ നമ്മുടെ അടുത്ത് പറയാണ് ജസ്റ്റ് ഇതാ ഇവിടെ ഇന്റർസെക്റ്റ് ആണ്, ഇവിടെ നമുക്ക് ഓൺ ആണ്. നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്യുക, ജസ്റ്റ് വരയ്ക്കുക. അതാ കണ്ടോ, അപ്പോൾ നമുക്ക് കറക്റ്റ് വരയ്ക്കാം. ഞാൻ കറക്റ്റായിട്ട് വരച്ചു കഴിഞ്ഞാൽ അത് പെർഫെക്റ്റ് ആയിട്ട് നമുക്കത് വരയ്ക്കാൻ പറ്റും. അല്ലെങ്കിൽ എന്താണ് ആദ്യമേ ഒന്നും കൂടെ നമുക്ക് ഡ്രാഗ് ചെയ്ത് വീണ്ടും വരച്ചാലും മതിയാവും കറക്റ്റായിട്ട്. അല്ലെങ്കിൽ നമുക്ക് എഡിറ്റ് ചെയ്യാം, അത് ഞാൻ പറയാം, അതവിടെ നിൽക്കട്ടെ. ഓക്കെ, ഇതിപ്പോൾ ഞാൻ റഫായിട്ടാണ് വരച്ചത്, പക്ഷെ പെർഫെക്റ്റ് ആയിട്ട് അത് നിൽക്കുന്നുണ്ട്. സോ വീണ്ടും ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ അതൊരു സ്ട്രെയിറ്റ് ലൈനായിട്ട് പോകും. മീൻസ് പെർസ്പെക്റ്റീവ് അല്ല ഇപ്പോൾ, അല്ലേ? എന്തുകൊണ്ട് എന്തോ ആക്സിസ് ഇല്ല ഇതിൻ്റെ അകത്ത്. എക്സ് വൈ സി 3 ആക്സിസ് ഉണ്ടല്ലോ, 3 ആക്സിസ് ഉണ്ട്. വൈ ആക്സിസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ, എക്സ് സി ആക്സിസ്. അപ്പോൾ നമുക്ക് അകത്തോട്ട് കയറ്റി വരയ്ക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ ഈ പെർസ്പെക്റ്റീവ് എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് ആ ഒരു ആക്സിസ്, ഒരു പെർസ്പെക്റ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മൾ റിയൽ ലൈഫിൽ പെർസ്പെക്റ്റീവ് നമുക്ക് എന്താണ് വരയ്ക്കാൻ മാത്രമേ നമുക്ക് പറ്റുള്ളൂ. ഒരു 2D പെർസ്പെക്റ്റീവിൽ, അതായത് നമ്മളൊരു എന്താണ് 2D ആയിട്ടുള്ള ഒരു പേപ്പറിൽ നമുക്ക് ഇങ്ങനെ ഒരു പെർസ്പെക്റ്റീവ് വരയ്ക്കാൻ പറ്റില്ല, അല്ലേ? മീൻസ് ഒറിജിനലായിട്ട് പെർസ്പെക്റ്റീവ് ഇല്ല. അപ്പം നമ്മൾ ഒരു എന്താണ് ഒരു ഇമാജിനറി സംഭവം, അങ്ങനെ ഒരു ഡെപ്ത് ഉണ്ട് നമ്മൾ കാണിച്ചു കൊടുക്കുകയാണ് ചെയ്യണം നോർമലി. ഓക്കെ, അത് ഇങ്ങനെ ഒരു ഡെപ്ത് ഇവിടെ ഉണ്ട് എന്ന് നമ്മൾ കാണിക്കുകയാണ് ചെയ്യണം. ഒറിജിനലായിട്ട് റിയൽ ആയിട്ടില്ല. അത് നമ്മൾ ലൈൻസിന്റെ ഇത് വെച്ചിട്ട് നമ്മൾ വരച്ചു കൊടുക്കുകയാണ് ചെയ്യണത്. അപ്പം നമുക്ക് ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ അത് ഡയറക്റ്റ് ആയിട്ട് അങ്ങ് പോകും. ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ അത് ഫ്ലാറ്റ് ആയി പോകും, അല്ലേ? ഇത് ഫ്ലാറ്റ് അല്ലേ? അങ്ങോട്ടൊരു ഡെപ്ത് ഉണ്ടെന്ന് ഫീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ രീതിയിൽ തന്നെ വരയ്ക്കണം. സോ ഞാൻ റൈറ്റ് ഗ്രിഡിൽ ഒരു പ്രാവശ്യം ക്ലിക്ക് ചെയ്തു. ഞാൻ എന്താ റൈറ്റ് ഗ്രിഡിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നോക്കിയേ, ഇപ്പം കറക്റ്റ് എക്സാക്റ്റ് ആയിട്ട് അത് വർക്ക് ചെയ്യുന്നുണ്ട്. ഇതാ കണ്ടോ, ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ പെർസ്പെക്റ്റീവിലോട്ട് അത് കയറുന്നുണ്ട്. സൂക്ഷിച്ച് വരയ്ക്കുക, അല്ലെങ്കിൽ അത് ഫ്ലിപ്പ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. ഇതാ എക്സാക്ട്ലി വരച്ചു കഴിഞ്ഞാൽ നമ്മൾ അങ്ങ് അറ്റത്തുള്ള പെർസ്പെക്റ്റീവ് വരെ അതിനെ മാച്ച് ചെയ്ത് കൊണ്ടുപോകാം. ഓക്കെ, അപ്പോൾ ഈ നമ്മൾ 2Dയിലൊക്കെ വരയ്ക്കുന്ന സമയത്ത് ഒരു ഇമാജിനറി ആയിട്ടാണ് നമ്മൾ വരയ്ക്കുന്നത്. അങ്ങോട്ടുള്ള ഡെപ്ത് നമ്മൾ ഇമാജിനറി ആയിട്ട് വരയ്ക്കും. മനസ്സിലായോ? ഇപ്പോൾ ഇത് വരച്ചതുപോലെ തന്നെ നമുക്ക് ഇതും വരയ്ക്കാൻ പറ്റും. ഇതൊരു പീസാണ്, നമുക്ക് അതിനെ ക്ലിക്ക് ചെയ്ത് ഡിലീറ്റ് ചെയ്യാം. ഇതൊരു പീസാണ്, അതിനെ നമുക്ക് ക്ലിക്ക് ചെയ്ത് ഡിലീറ്റ് ചെയ്യാം. അവിടെ വരയ്ക്കണമെന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക, ഇവിടെ ക്ലിക്ക് ചെയ്താൽ ഒന്നും വരത്തില്ല. നമ്മൾ ആ ഒരു പർട്ടിക്കുലർ ടൂള്, ആ പെർസ്പെക്റ്റീവ് ടൂൾ നമ്മൾ ഒന്നും കൂടെ ക്ലിക്ക് ചെയ്ത ശേഷം അതിലോട്ട് പോവുക. ഇല്ലാന്നുണ്ടെങ്കിൽ അത് വരയ്ക്കാൻ പറ്റൂല. പെർസ്പെക്റ്റീവ് ടൂൾ എടുത്തതിന് ശേഷം നമ്മൾ വീണ്ടും വരയ്ക്കുക. ഓക്കെ, ഏത് ആക്സിസിലാണ് ആ ആക്സിസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വരയ്ക്കാൻ പറ്റും. ഇത് നമുക്ക് പിന്നെ അഡ്ജസ്റ്റ് ചെയ്യാം, അത് പ്രോബ്ലം ഇല്ല. അതിന് നമുക്ക് വേറെ ടൂളുണ്ട്, നമ്മൾ ഡ്രാഗ് ചെയ്ത് ഇവിടെ കൊണ്ടുവച്ചു. ഓക്കെ, അപ്പോൾ ഇതാണ് ആക്ച്വലി ആ ഒരു എന്താണ് ആ ഒരു ഇന്റർസെക്ഷൻ പോയിന്റ്. നമുക്കിതിനെ ക്ലിക്ക് ചെയ്യുക, ഒന്നും കൂടെ ഡിലീറ്റ് ചെയ്യാം. ഓക്കെ, ഒന്നും കൂടെ നമുക്ക് വരയ്ക്കാം. സോ ഇതിനെ സെലക്ട് ചെയ്യുക, ഡിലീറ്റ് ചെയ്യുക. ഓക്കെ, ഇപ്പം നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ റിമൂവ് ചെയ്തു. നമുക്ക് ഈ ടൂള് റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് കണ്ടോ, ഇവിടെ ഒരു ക്ലോസ് ബട്ടൺ ഉണ്ട്. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ചെയ്തിട്ട് റിമൂവ് ചെയ്യാനേ പറ്റുള്ളൂ. അല്ലെങ്കിൽ പുറത്ത് ക്ലിക്ക് ചെയ്ത് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റത്തില്ല. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ജസ്റ്റ് എന്തെങ്കിലും ഒന്ന് വരയ്ക്കാം. ഓക്കെ, വരച്ചു. എന്നിട്ട് നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്കതിനെ ക്ലോസ് ചെയ്ത് കളയാം. ഓക്കെ, ഇത് വരച്ചിട്ട് കറക്റ്റായിട്ട് രജിസ്റ്റർ ആയിട്ട് ശേഷം മാത്രമേ ഇത് ക്ലോസ് ആവുള്ളൂ. ആ ടൂളിനെ തന്നെ നമുക്ക് ഒന്നും കൂടെ സെലക്ട് ചെയ്യുക, എന്നിട്ട് ക്ലോസ് ചെയ്യുക. കണ്ടോ, എന്നാൽ മാത്രമേ ഇത് ക്ലോസ് ആവും. ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, നമ്മൾ ആ ടൂളിൽ നിന്നുകൊണ്ട് തന്നെ ക്ലിക്ക് ചെയ്ത് ക്ലോസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പെർസ്പെക്റ്റീവ് എന്ന് പറഞ്ഞ ടൂൾ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യില്ല. അത് ആ ഗ്രിഡ് അതേപോലെ തന്നെ നിൽക്കും. സോ ഒന്നുകൂടെ പറയാം, ഞാൻ ഒരു പ്രാവശ്യം ഇതിനെ ക്ലിക്ക് ചെയ്ത് ഓട്ടോമാറ്റിക്കായിട്ട് ജനറേറ്റ് ചെയ്തു. ഈ ടൂൾ ഉണ്ടെങ്കിലേ ഇത് ക്ലോസ് ആവുള്ളേ, ഈ ടൂൾ ഉണ്ടെങ്കിലേ ഇത് ക്ലോസ് ആവുള്ളൂ, അല്ലെങ്കിൽ ഇത് ക്ലോസ് ആവത്തില്ല. ഫൈൻ. അപ്പം ഞാൻ ക്ലിക്ക് ചെയ്തു, ഡിലീറ്റ് ചെയ്തു. ആ ടൂളിനെ ഞാൻ ഒന്നും കൂടെ ക്ലിക്ക് ചെയ്തു. ആ ടൂളിന്റെ പോയിന്റ്സ് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഇതൊക്കെയാണ് പോയിന്റ്സ്. അപ്പോൾ ഞാൻ ഈ പോയിന്റ്സിന്റെ പെർസ്പെക്റ്റീവ് സെലക്ഷൻ നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. ഈ ഒരു പോയിന്റിന്റെ പെർസ്പെക്റ്റീവ് നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന ടൂളാണ് ദ പെർസ്പെക്റ്റീവ് സെലക്ഷൻ ടൂൾ. നമ്മൾ ഈ വരച്ചിരിക്കുന്ന പോയിന്റ് കണ്ടോ, പോയിന്റ് നമുക്ക് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ആ പോയിന്റ് നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. കണ്ടോ, അങ്ങോട്ട് പോകുന്നുണ്ടല്ലോ. ആ പോയിന്റ്സിനെ നമുക്ക് എഡിറ്റ് ചെയ്യാം. സോ ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു, ഇതാ ഡ്രാഗ് ചെയ്ത് വെക്കുന്നു. അപ്പോൾ നമുക്ക് ഈ പോയിന്റിനെ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടൂൾ അതിന്റെ തൊട്ട് താഴെ തന്നെ ഉണ്ട്. ആ ടൂളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, പെർസ്പെക്റ്റീവ് സെലക്ഷൻ ടൂൾ. പെർസ്പെക്റ്റീവ് ഇത് ഗ്രിഡ് ജസ്റ്റ് വരയ്ക്കുന്ന ഗ്രിഡ് മാത്രമാണ്, അത് ഡീഫോൾട്ട് ആയിട്ടാണ്. ആ ഗ്രിഡിനെ എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പെർസ്പെക്റ്റീവ് സെലക്ഷൻ ടൂളാണ്. ആ ഇന്റർസെക്ഷൻ പോയിന്റിന്റെ അകത്ത് ഇങ്ങനെ ക്ലിക്ക് ചെയ്യുക.
നമുക്ക് ആ പെർസ്പെക്റ്റീവിനെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ അതിനെ എഡിറ്റ് ചെയ്യാം. ദാ ഇവിടെ പോയിന്റ്സ് ഉണ്ടല്ലോ, ഈ പോയിന്റ് വെച്ചിട്ട് ദാ പെർസ്പെക്റ്റീവിന് രണ്ടും കൂടെ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റിൽ വേണമെങ്കിൽ കൊണ്ട് വെക്കാം. നമുക്ക് എവിടെയാണ് വെക്കേണ്ടത് ആ കറക്റ്റ് ഇന്റർസെക്ഷൻ പോയിന്റിൽ വേണമെങ്കിൽ നമുക്ക് അതിനെ കൊണ്ട് പ്രോപ്പറായിട്ട് വെച്ച് കൊടുക്കാൻ പറ്റും. ഇതാ ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ എവിടെയൊക്കെ എഡിറ്റ് ചെയ്യാൻ പറ്റും അവിടെയെല്ലാം അത് നമുക്ക് കാണിച്ചു തരും. ഓക്കെ, ഈ ഏരിയ ഒന്നും എഡിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. മെയിൻ എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ ഈ ഏരിയക്കകത്ത് ഇന്റർസെക്ഷൻ ഉണ്ട്. പക്ഷെ അവർ നമുക്ക് കാണിച്ചു തന്നിരിക്കുന്ന 3 പോയിന്റ്സ് ആണ്. ഈ പോയിന്റ്സിനെയാണ് നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, ഇവിടെ കൊണ്ടുവച്ചാൽ നമുക്ക് അറിയാൻ പറ്റും ഇവിടെ ഒന്നും നമുക്ക് പോയിന്റ്സ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അവിടെ എഡിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഈ ഒരു എന്താണ് ഒരു ഇമാജിനറി ആയിട്ടുള്ള ഒരു പെർസ്പെക്റ്റീവ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യും അതാണ് നമ്മൾ ഇതിൽ നോക്കുന്നത്. അപ്പം ഞാനിത് ഒന്നും കൂടെ വരയ്ക്കാം. സോ വീണ്ടും അടുത്ത ഏതെങ്കിലും ടൂൾ വരയ്ക്കാം. സ്റ്റാർ ടൂൾ നമുക്കൊന്ന് വരച്ചു നോക്കാം. ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പോയിന്റിൽ മാത്രമേ അത് വരയ്ക്കാൻ പറ്റുള്ളൂ. അടുത്തതിൽ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ അടുത്ത റൈറ്റ് ഗ്രിഡേ വരയ്ക്കാൻ പറ്റുള്ളൂ. ഇത് വരച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും. ദാ ആ കറക്റ്റായിട്ട് ആ ഒരു ഏരിയക്കകത്ത് സിങ്ക് ആയിട്ട് ഇരിക്കത്തില്ല. ആ ഏരിയ ഒരു പ്രാവശ്യം സെലക്ട് ചെയ്യുക, ലെഫ്റ്റ് ഗ്രിഡിലോട്ട് അത് വരയ്ക്കുക. അതോ വരച്ചു കഴിഞ്ഞാൽ ആ കറക്റ്റ് പെർസ്പെക്റ്റീവ് നമുക്കതിൽ മാച്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ അതിൽ തന്നെ ഇരിക്കുന്ന ഒരു ഫീൽ അതിന് നമുക്ക് കൊടുക്കാൻ പറ്റും. ഡ്രാഗ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പർട്ടിക്കുലർ ഏരിയക്ക് ബാക്കി സ്കെയിലും കാര്യങ്ങളും എല്ലാം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ആ ഒരു പെർസ്പെക്റ്റീവിൽ നമുക്ക് ഇരിക്കുന്ന ഒരു ഫീൽ കൊടുക്കാൻ പറ്റും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് അടുത്ത വീണ്ടും ഇവിടെ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് വർക്ക് ചെയ്യത്തില്ല. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ആ ഒരു പർട്ടിക്കുലർ സെലക്ഷൻ ടൂൾ എപ്പോഴും സെലക്റ്റഡ് ആയിരിക്കണം. പെർസ്പെക്റ്റീവ് ഗ്രിഡ് ടൂൾ വീണ്ടും അതിലൊരു പ്രാവശ്യം ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം വീണ്ടും അടുത്ത ഏതാണ് ടൂൾ എന്ന് പറഞ്ഞാൽ ആ ടൂൾ സെലക്ട് ടൂളല്ല അടുത്ത ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുക, ജസ്റ്റ് ഡ്രാഗ് ചെയ്ത് വരയ്ക്കുക. ബാക്കിയെല്ലാം നമുക്ക് ഒബ്ജക്റ്റിനെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ എളുപ്പമാണ്. കണ്ടോ, ഇവിടെ നിന്ന് ഇറങ്ങി പോകും തോറും ആ പെർസ്പെക്റ്റീവിൽ നിന്ന് നമ്മൾ പോകും. ഓക്കെ, അതിലിരുന്നാലേ അത് എക്സാക്ട്ലി മാച്ച് ആയിട്ട് ഇരിക്കുള്ളൂ. ആ എക്സ് ആക്സിസ് കാണിക്കുന്നുണ്ട്, ആക്സിസ് കാണിക്കുന്നുണ്ട്. കറക്റ്റ് ആക്സിസ് ഏതാണ് ആ ആക്സിസിൽ വന്ന് കറക്റ്റായിട്ട് രജിസ്റ്റർ ആയിട്ടിരിക്കും നമ്മുടെ ഇതാ. അതേപോലെ വാല്യൂസും കാണിക്കുന്നുണ്ട്. നമുക്ക് ഏത് ഏരിയയിലാണ് ആ ഏരിയയിൽ കൊണ്ടുവയ്ക്കാം. ഓക്കെ, ഇവിടെ വേറെ ഒബ്ജക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഏതാണ് വീണ്ടും ആ പർട്ടിക്കുലർ ടൂളിലോട്ട് പോവുക, പെർസ്പെക്റ്റീവ് ടൂളിലോട്ട് പോവുക, ആ ഏരിയ നമ്മൾ കാണിച്ചു കൊടുക്കുക. ബോട്ടം ആണെങ്കിൽ ബോട്ടം ഏരിയക്കകത്ത് ഏതാണ് വേണ്ടത് ആ ഒരു പർട്ടിക്കുലർ ഏരിയക്കകത്ത് നമുക്ക് ഇത് വേണ്ടത് ആ ഏരിയക്കകത്ത് കണ്ടോ വരയ്ക്കുമ്പോൾ കറക്റ്റ് എക്സാക്ട്ലി ആ ഒരു പർട്ടിക്കുലർ ഏരിയക്കകത്ത് തന്നെ നമുക്ക് വെച്ച് വരയ്ക്കാൻ പറ്റും. ഓക്കെ, വരച്ചിട്ട് നമുക്ക് അതിനെ അഡ്ജസ്റ്റ് ചെയ്ത് വേറെ പാത്ത് വേണമെന്നുണ്ടെങ്കിൽ വേറെ പാത്ത് വരയ്ക്കാം. ഈ പാത്ത് നമുക്ക് എത്രത്തോളം ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാൻ പറ്റും അത്രത്തോളം ഡിസ്റ്റൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കീപ്പ് ചെയ്തിട്ട് ആ ഒരു ഏരിയക്കകത്ത് വെക്കാൻ പറ്റും. ഓക്കെ, വീണ്ടും ഇവിടെ വരയ്ക്കുക, ഇവിടെ വീണ്ടും ഫില്ല് ചെയ്യുക. ഓക്കെ, ഇത് ക്ലോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ആ ഒരു ഒബ്ജക്റ്റ് ക്ലിക്ക് ചെയ്യുക, ക്ലോസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പം നമുക്ക് ആ ഒരു പെർസ്പെക്റ്റീവ് ഏരിയ നമുക്ക് കറക്റ്റായിട്ട് മാച്ച് ചെയ്ത് കൊടുക്കാനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇത് ഡിലീറ്റ് ചെയ്ത് പഴയതുപോലെ എന്താണ് സാധാരണ ഒരു ഇതായിട്ട് മാറും. അത് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എഡിറ്റിംഗ് ടൂളുണ്ട്. ആ ടൂൾ വെച്ചിട്ട് നമുക്കതിനെ എഡിറ്റിംഗ് ചെയ്യാൻ പറ്റും. ഓക്കെ, ജസ്റ്റ് ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് വേറെ ഏതെങ്കിലും ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ അത് വർക്ക് ചെയ്യില്ല. അത് ക്ലോസ് ചെയ്തിട്ട് വേണം ആ ഒരു പർട്ടിക്കുലർ ഗ്രിഡ് ടൂൾ നമ്മൾ കൊണ്ടുവരാൻ, ക്ലിക്ക് ചെയ്ത് കൊണ്ടുവരാൻ, അല്ലെങ്കിൽ അത് വർക്ക് ചെയ്യത്തില്ല. അത് എഡിറ്റ് ചെയ്യുന്ന ടൂൾ അതിൻ്റെ തൊട്ട് താഴത്തെ ടൂളാണ് പെർസ്പെക്റ്റീവ് ഗ്രിഡ് ടൂളിൽ ക്ലിക്ക് ചെയ്തതാണ്ടോ അത് വലുതാക്കാനും അത് ചെറുതാക്കാനും അതിൻ്റെ പെർസ്പെക്റ്റീവിൻ്റെ മിഡ് ആക്സിസ് അല്ലെങ്കിൽ ഒരു നമ്മുടെ എന്താണ് ഐ ലെവൽ നമുക്ക് മാറ്റാനും എത്രത്തോളം പെർസ്പെക്റ്റീവ് വലുതാക്കണം എത്രത്തോളം ചെറുതാക്കണം കണ്ടോ ആ പെർസ്പെക്റ്റീവ് നമുക്ക് എത്രത്തോളം ആ ഒരു ഇന്റർസെക്ഷൻ പോയിന്റ് വെച്ചിട്ട് നമുക്ക് അത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതിങ്ങനെ നീക്കും തോറും ഈ ഒരു പോയിന്റും മാറും. ഓക്കെ, അപ്പോൾ ഇതാണ് ആക്ച്വലി ഈ രണ്ട് ടൂൾസും നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൂളാണ്. എന്താണ് പെർസ്പെക്റ്റീവ് ഗ്രിഡ് ടൂൾ. ഓക്കെ, ഉദാഹരണത്തിന് ഒരു ലോറിയോ അങ്ങനെ ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റ് നമുക്ക് കിട്ടിയെന്ന് വയ്ക്കുക, അതിൻ്റെ അകത്ത് നമുക്ക് കറക്റ്റ് കൊണ്ട് മാച്ച് ചെയ്തൊക്കെ വെക്കണമെങ്കിൽ ഫോട്ടോഷോപ്പിൽ നമുക്ക് പെർസ്പെക്റ്റീവ് ടൂൾ ഉണ്ടല്ലോ, കൺട്രോൾ ടി അടിക്കുക, റൈറ്റ് ക്ലിക്ക് ചെയ്യുക, പെർസ്പെക്റ്റീവ് സെയിം. അതിന് പകരം അവർ നമ്മൾ ഗ്രിഡ് ടൂൾ തന്നിട്ടുണ്ടെന്നേ ഉള്ളൂ, അത് നമുക്ക് യൂസ് ചെയ്യാം. ഇതിവിടെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ലെഫ്റ്റ് ആണെങ്കിൽ ലെഫ്റ്റിൽ സെലക്ട് ചെയ്യുക. പിന്നെ ഇത് എഡിറ്റ് ചെയ്യണമെങ്കിൽ നമ്മളെ കയ്യിൽ സാധാരണ ടൂൾ ഉണ്ടല്ലോ, നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പർട്ടിക്കുലർ ടൂൾ വെച്ചങ്ങ് നമുക്ക് എഡിറ്റ് ചെയ്യാമല്ലോ. ഇതിനകത്ത് പെൻ ടൂളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, നമുക്ക് ഏത് ഷേപ്പോ സൈസിലോ വേണമെങ്കിലും നമുക്ക് അതിനെ കൊണ്ടുവരാമല്ലോ. ഡ്രാഗ് ചെയ്ത് ആ ഒരു ഫീൽ ആ ഒരു രണ്ട് ഏരിയക്കകത്തും ഒബ്ജക്റ്റ് ഉണ്ട് അല്ലെങ്കിൽ ഒരു ക്ലോസ്ഡ് സർഫസിന്റെ അകത്ത് ഒരു ഡെപ്ത് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇത് യൂസ് ചെയ്യുന്നത്. അടുത്ത നമ്മൾ നോക്കുന്ന ടൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഞാൻ റിമൂവ് ചെയ്തു. അടുത്ത നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടൂൾസ് ആണ് 3D. ഓക്കെ, 2021 ആണ് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന വെർഷൻ. അപ്പോൾ അതിൻ്റെ അകത്ത് കുറച്ചും കൂടെ എക്സ്ട്രാ 3D സംഭവങ്ങളും അല്ലെങ്കിൽ എക്സ്ട്രാ ലൈറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിൻ്റെ അകത്ത് അവർ നമുക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സോ അപ്പം നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. സോ അതിന് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം അതിനു മുമ്പ് ഒരു ഓപ്ഷൻ നോക്കിയിട്ട് അതിലോട്ട് പോവാം. ഒരു റെക്റ്റാങ്കിൾ ഞാനിങ്ങനെ വരച്ചു, ഫൈൻ. എന്നിട്ട് ഞാനൊരു റൗണ്ട് ഷേപ്പ് ഇവിടെ വരച്ചു, അല്ലെങ്കിൽ എന്ത് സ്റ്റാർ ഷേപ്പോ എന്ത് ഷേപ്പ് വരുന്നാലും ഇവിടെ ഇങ്ങനെ വരച്ചു. ഓക്കെ,
ഇങ്ങനെ വരച്ചിട്ട് ഞാൻ ആ സ്റ്റാർ ഷേപ്പിനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ ഒന്ന് നമ്മൾ അലൈൻ ചെയ്ത് വെച്ചു ഇവിടെ. ഓക്കെ, അതിനുശേഷം നമ്മളിവിടെ ക്ലിക്ക് ചെയ്യുന്നു. അതിനെന്തെങ്കിലും ഒരു ഡിഫറെൻറ്റ് കളർ കൊടുക്കണമെങ്കിൽ ഡിഫറെൻറ്റ് കളർ കൊടുക്കാം. ഓക്കെ, എനിക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റാറിൻ്റെ ഷേപ്പിൽ അതിൻ്റെ അകം ബിൽഡായിട്ട് വരണം. അതായത് സ്റ്റാർ കട്ടായിട്ട് പോയിട്ട് സ്റ്റാറിൻ്റെ അകത്ത് വൈറ്റ് വരണം. മനസ്സിലായോ? അപ്പോൾ ഏതൊരു ഒബ്ജക്റ്റ് ആയിരുന്നാലും അകത്ത് വെക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഷേപ്പും കൂടെ അതിൻ്റെ അകത്ത് വരണം. ഇത് എത്രത്തോളം വലുതാക്കും അത്രത്തോളം ഷേപ്പ് അതിൻ്റെ അകത്ത് ബിൽഡായിട്ട് വരണം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ഞാൻ 2 ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുക. ഇല്ലുസ്ട്രേറ്ററിൽ ഒരു പ്രശ്നം ഉള്ളതെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും മൾട്ടിപ്പിൾ ആയിട്ടുള്ള ടാസ്ക് ചെയ്യുക, അല്ലെങ്കിൽ ഒരു പുതിയ ഇത് ജനറേറ്റ് ആവുക, അല്ലെങ്കിൽ ഒരു പുതിയ ലോഗോ ടൈപ്പ് സംഭവം ഉണ്ടാക്കുന്ന വെച്ചാൽ 2 ഒബ്ജക്റ്റും സെലക്ട് ചെയ്യണം. ഇത് നേരത്തെ ഞാൻ പറഞ്ഞ കണക്ക് തന്നെ 2 ഒബ്ജക്റ്റിന് നമ്മൾ ക്രിയേറ്റ് ചെയ്തല്ലോ ഒരു ടൂള്. അതുപോലെ തന്നെ ഇതിനെ 2നെയും സെലക്ട് ചെയ്യുക, റൈറ്റ് ക്ലിക്ക് ചെയ്യുക, മേക്ക് കോമ്പൗണ്ട് പാത്ത്. ഓക്കെ, മേക്ക് കോമ്പൗണ്ട് പാത്ത് കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ ആ ഒരു കട്ടായിട്ട് നമ്മുടെ ആ ഒരു ഷേപ്പിലോട്ട് അത് വന്നു. മേക്ക് കോമ്പൗണ്ട് പാത്ത്. ഓക്കെ, അത് ഞാനിപ്പോൾ റിമൂവ് ചെയ്യാമേ. ഇതിനെ ഞാൻ റിമൂവ് ചെയ്തിട്ട് നമുക്കൊന്നും കൂടെ ക്രിയേറ്റ് ചെയ്യാം. ഒരു റെക്റ്റാങ്കിൾ ടൂൾ എടുക്കാം. വേണമെങ്കിൽ അതിൻ്റെ ഷേപ്പ് നമുക്ക് ചെറുതായിട്ടൊന്ന് മാറ്റാം, ഇങ്ങനെ ക്ലിക്ക് ചെയ്ത്. ഓക്കെ, അതിനുശേഷം വേറെ ഏത് ഷേപ്പാണ് ആ ഒരു ഷേപ്പ്, ഒരു എലിപ്സ് ടൂളാണെങ്കിൽ എലിപ്സ് ടൂൾ വരയ്ക്കുക. അപ്പം നമ്മൾ കളർ ഫില്ല് ചെയ്യുന്നതായിരിക്കും നല്ലത് എപ്പോഴും. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, ജസ്റ്റ് ഒരു കളർ ഫില്ല് ചെയ്യുക. അത് കറക്റ്റായിട്ട് അറിയാൻ വേണ്ടിയിട്ട് കളർ ഫില്ല് ചെയ്യുക. 2 ഒബ്ജക്റ്റും കൂടെ സെലക്ട് ആയിട്ടില്ലെങ്കിൽ ഇത് ഒരു കാരണവശാലും വർക്ക് ചെയ്യില്ല. സോ ഞാൻ 2 ഒബ്ജക്റ്റിനും കൂടെ സെലക്ട് ചെയ്തു, റൈറ്റ് ക്ലിക്ക് ചെയ്തു, മേക്ക് കോമ്പൗണ്ട് ഒബ്ജക്റ്റ് ഒരു പ്രാവശ്യം ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ആ ഒരു ഷേപ്പിൽ ഇത് വരുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ പറ്റി. ഓക്കെ, മേക്ക് കോമ്പൗണ്ട് ഒബ്ജക്റ്റ്, റൈറ്റ് ക്ലിക്ക് ചെയ്യുക, മേക്ക് കോമ്പൗണ്ട് ഒബ്ജക്റ്റ്. അതിൻ്റെ തൊട്ട് ആ ഓപ്ഷൻ ഇപ്പോൾ കാണുന്നില്ല, പകരം റിലീസ് കോമ്പൗണ്ട് ഒബ്ജക്റ്റ് അത് ക്ലിക്ക് ചെയ്താൽ അത് അങ്ങ് റിലീസായി പഴയ പോലെ വരും. ഓക്കെ, നമുക്കിതിൻ്റെ സെലക്ഷൻ മാറ്റി ഇവിടെ കൊണ്ടുവയ്ക്കാം. എന്നിട്ട് 2 ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുക, റൈറ്റ് ക്ലിക്ക് ചെയ്യുക, മേക്ക് കോമ്പൗണ്ട് ഒബ്ജക്റ്റ്. ഉണ്ടോ ആ ഒരു ഏരിയക്കകത്ത് അത് വർക്ക് ചെയ്യാം. നമ്മൾ നേരത്തെ ഇങ്ങനെ ഒരു ഓപ്ഷൻ നോക്കിയിട്ടുണ്ട്, ഓർമ്മയുണ്ടല്ലോ? പല നമ്മൾ ആഡ്, റിമൂവ് അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഇതിൻ്റെ അകത്ത് നമ്മൾ നോക്കിയിട്ടുണ്ട്. അതേപോലെ അതേ സെയിം പ്രോപ്പർട്ടിയാണ്. 2 സെലക്ട് ചെയ്യുക, റൈറ്റ് ക്ലിക്ക് ചെയ്യുക, മേക്ക് കോമ്പൗണ്ട് ഒബ്ജക്റ്റ്, റൈറ്റ് ക്ലിക്ക് ചെയ്യുക, റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ റിലീസ് കോമ്പൗണ്ട് ഒബ്ജക്റ്റ്. ഓക്കെ, സോ ഇതിന് ക്ലിക്ക് ചെയ്ത് വെക്കുന്നു. ഏത് പൊസിഷനിലാണ് വെക്കുന്നത്? ഇത് ഗ്രൂപ്പ് ഒന്നും ആവത്തില്ല, നമ്മൾ ജസ്റ്റ് സെലക്ഷൻ മാത്രമേ ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് ഇത് ഗ്രൂപ്പ് ആവില്ല. ഇവിടെ കൊണ്ടുവയ്ക്കുന്നു. നമുക്ക് കളർ കൊടുക്കണമെങ്കിൽ കളർ കൊടുക്കാം. അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കളർ കൊടുക്കുന്നത്. ഏതെങ്കിലും ഒരു പാർട്ടിക്കുലർ കളർ കൊടുക്കുക. അതിനുശേഷം 2 ഒബ്ജക്റ്റും സെലക്ട് ചെയ്യുന്നു, റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, മേക്ക് കോമ്പൗണ്ട് ഒബ്ജക്റ്റ്. ഓക്കെ, അപ്പം നമുക്ക് ആ ഒരു നമ്മൾ വിചാരിക്കുന്ന ഒരു ഷേപ്പ് നമുക്ക് അതിൻ്റെ അകത്ത് കൊണ്ടുവരാൻ പറ്റി. ഇനി നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എഫക്റ്റിൻ്റെ അകത്ത് 3D എന്ന് പറഞ്ഞ ഓപ്ഷനാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് വർക്ക് ചെയ്യുന്നത്. എഫക്റ്റിൻ്റെ അകത്ത് 3D, എഫക്റ്റിൻ്റെ അകത്ത് 3Dക്കകത്ത് ആദ്യം നമുക്ക് നോക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൊട്ടേറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ നോക്കാം. ഇതിനെ ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇതിപ്പോൾ കണ്ടാൽ അറിയാൻ പറ്റും ഇതൊരു 2D ഇമേജ് ആണ്, ഒരു ഫ്ലാറ്റ് ഇമേജ് ആണ്. അകത്ത് നമ്മൾ നേരത്തെ നോക്കിയെടുക്കുമ്പോൾ പെർസ്പെക്റ്റീവ് ഫീൽ ഒന്നും ഇത് ഇങ്ങനെ കറക്കി നോക്കാനും നമുക്ക് പറ്റത്തില്ല. അപ്പം നമുക്ക് ആ ഒരു 3D ഫീൽ കൊണ്ടുവരാം. നോർമലി ഇതെല്ലാം മായ, മാക്സ് അങ്ങനെയുള്ള 3Dയിൽ മാത്രമേ പറ്റുള്ളൂ. പക്ഷേ ഇപ്പോഴും പഴയ സോഫ്റ്റ്വെയറിലും ബേസിക് ആയിട്ടുള്ള 3Dയിലോട്ട് കൊണ്ടുവരത്തക്ക രീതിയിലുള്ള ചെറിയ ചെറിയ മെനൂസ് ആക്റ്റീവ് ആക്കിയിട്ടുണ്ട് നമുക്ക്. ഇതിൻ്റെ അകത്ത് ഞാൻ റൊട്ടേറ്റ് കൊടുക്കുകയാണ്. എഫക്റ്റിൻ്റെ അകത്ത് 3Dക്കകത്ത് റൊട്ടേറ്റ്. ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ ജസ്റ്റ് ചെറിയ ഒരു അങ്ങോട്ടും തിരിഞ്ഞു. ഓക്കെ, ഓഫ് ആക്സിസ് ഫ്രണ്ട്. അപ്പം എന്നിട്ട് നമുക്ക് ഇതിനെ കറക്കാം. കണ്ടോ, ഇപ്പം ഇത് 100% 3D ആയില്ല. പക്ഷെ എന്ത് ചെയ്യാം, നമുക്ക് ആ ഒരു ആക്സിസ് വഴി നമുക്ക് കറക്കി ഇതിനെ നോക്കാം. പ്രിവ്യൂ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റത്തില്ല നമ്മൾ എന്താണ് ചെയ്യുന്നതെന്ന്. സോ പ്രിവ്യൂ എപ്പോഴും ഓപ്പൺ അപ്പ് ആക്കി ഇടുക. ഇതാ ഈ പ്രിവ്യൂ. ഓക്കെ, അതിനുശേഷം ഞാൻ റൊട്ടേറ്റ് ചെയ്യുന്നു. റൊട്ടേറ്റ് ചെയ്തിട്ട് ഏത് ആക്സിസ് ആണ് ഇതിൽ തിരിച്ചു കഴിഞ്ഞാൽ XYZ ആക്സിസിലൂടെ നമുക്കിതിനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഞാനിപ്പോൾ ഇത് 90 ആക്കുക. ഒന്നും കൂടെ നമുക്ക് എടുക്കാം. എഫക്റ്റ് 3D റൊട്ടേറ്റ്. ഓക്കെ, നമുക്കിതിന് -18 ആണ്. നമ്മൾ സ്വല്പം ഇതിനൊന്ന് തിരിക്കാം. ഓക്കെ, -18 ആയിരുന്നു അത്. ഓക്കെ, ഇത് നമ്മൾ തിരിച്ചാലും മതിയാവും. ഓക്കെ, ഇതിനെ ക്ലിക്ക് ചെയ്ത് തിരിച്ചാലും അതേ കണക്ക് വർക്ക് ചെയ്യും. ഓക്കെ, ഇനി നമുക്കൊരു പെർസ്പെക്റ്റീവ് കൊടുക്കാം. ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് കുറച്ച് ഇങ്ങനെ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ ആ ഒരു പെർസ്പെക്റ്റീവ് ഇവിടെ വരുന്നതായിട്ട് കാണാം. കണ്ടോ പെർസ്പെക്റ്റീവ് നമ്മൾ നേരത്തെ നോക്കിയ പെർസ്പെക്റ്റീവ്. ആ ഒരുപാടായി കഴിഞ്ഞാൽ പെർസ്പെക്റ്റീവ് മിസ്മാച്ച് ആയി പോവും. ഇതിൻ്റെ അകത്ത് നോ ഷെയ്ഡിങ് ഉണ്ട്. ഡിഫ്യൂസ് ഷെയ്ഡിങ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഷെയ്ഡിങ്ങും കൂടെ അതിൻ്റെ അകത്ത് കാണാൻ പറ്റും. ഇതാണ്ടോ ഡിഫ്യൂസ് ഷെയ്ഡിങ്. അതുപോലെ തന്നെ കസ്റ്റം റൊട്ടേഷൻ മാറ്റിയിട്ട് ഫ്രണ്ട്, അതേപോലെ ബാക്ക്. ഓക്കെ, അതേപോലെ ഇത് ഷേപ്പ് മാറ്റി കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കാം.
കസ്റ്റം റൊട്ടേഷൻ മാറ്റിയിട്ട് ലെഫ്റ്റ് ആക്കണമെങ്കിൽ ലെഫ്റ്റ്, റൈറ്റ് ആക്കണമെങ്കിൽ റൈറ്റ്. അപ്പോൾ എന്തെങ്കിലും ഒരു കസ്റ്റം റൊട്ടേഷൻ ആണെങ്കിൽ വീണ്ടും അതിൻ്റെ കസ്റ്റം റൊട്ടേഷനിലോട്ട് നമുക്ക് കൊണ്ടുവരാം. അങ്ങോട്ട് തിരിഞ്ഞ് സ്ട്രൈറ്റ് ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ അത് നമുക്ക് കാണാൻ പറ്റാത്ത രീതിയിൽ വരും. റൊട്ടേഷൻ പ്രോപ്പർ അല്ലെങ്കിൽ ഓഫ് ആക്സിസ്, ഫ്രണ്ട് ആക്സിസ്, ഓഫ് ആക്സിസ്, ബാക്ക്. ഓക്കെ, അപ്പോഴും ആ ഒരു 3D ഫീലിൻ്റെ അതില്ല, ഇതിൻ്റെ അകത്ത് റൊട്ടേഷൻ മാത്രമേ ഉള്ളൂ. കണ്ടോ, ടോപ്പ്, അതേപോലെ ബോട്ടം. ഓക്കെ, ഐസോമെട്രിക് ലെഫ്റ്റ്, ഐസോമെട്രിക് റൈറ്റ്, ഐസോമെട്രിക് ടോപ്പ്, ഐസോമെട്രിക് ബോട്ടം. ഓക്കെ, അപ്പോൾ നോ ഇതായി കഴിഞ്ഞാൽ ഷെയ്ഡിങ് ഇല്ല. ഡിഫ്യൂസ് ഉണ്ടെങ്കിൽ ആ ഒരു ഡിഫ്യൂസ് പറിക്കും. പെർസ്പെക്റ്റീവ് ഇൻക്രീസ് ചെയ്യണമെങ്കിൽ ഏത് ആക്സിസിലാണ് ഇരിക്കുന്നത് അതിൽ നിന്നായിരിക്കും പെർസ്പെക്റ്റീവിലോട്ട് പോകുന്നത്. ഓക്കെ, ഓക്കെ എടുത്തു കഴിഞ്ഞാൽ അത് കറക്റ്റ് ആവും. ആ ഇമേജ് നമുക്ക് ഓപ്പൺ അപ്പ് ആയിട്ട് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്കിതിനെ കണ്ടു ചെയ്യാം. അതിനുശേഷം നമ്മളിപ്പോൾ നോക്കിയത് 3Dക്കകത്തുള്ള എഫക്റ്റിൻ്റെ അകത്ത് 3Dക്കകത്തുള്ള റൊട്ടേറ്റ് ആണെന്നുണ്ടെങ്കിൽ ഇനി നമ്മൾ നോക്കുന്നത് കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവമാണ് എക്സ്ട്രൂഡ് ആൻഡ് ബെവൽ. സോ അതിൽ നമുക്ക് ഒരു പ്രാവശ്യം ക്ലിക്ക് ചെയ്ത് നോക്കാം. അത് ഇതിനെ പോലെ അല്ല, നമുക്ക് അതിൻ്റെ അകത്ത് എക്സ്ട്രൂഡ് ചെയ്യാൻ പറ്റും. ഇപ്പം തന്നെ അതിൻ്റെ ഒരു ഡെപ്ത് വന്ന് കണ്ടോ, വളരെ മൈന്യൂട്ടായിട്ടുള്ള ഡെപ്ത്. ഞാൻ ക്യാൻസൽ കൊടുത്ത ആ ഡെപ്ത് പോകും. വീണ്ടും എഫക്റ്റിൻ്റെ അകത്ത് 3Dക്കകത്ത് ഏതാണ് എക്സ്ട്രൂഡ് ആൻഡ് ബെവൽ. കണ്ടോ, അത് എക്സ്ട്രൂഡായി. ഇനി നമുക്ക് ഈ ആക്സിസ് വേണമെങ്കിൽ തിരിക്കാം. ഏത് ആക്സിസിലാണ് കണ്ടോ, ഇപ്പോൾ ഡെപ്ത് വ്യക്തമായിട്ട് കാണാമല്ലോ. ഓക്കെ, നമുക്കത് -18 ആണ് അതിൻ്റെ ഡീഫോൾട്ട്. അപ്പോൾ അതിൽ തന്നെ കിടന്നോട്ടെ. എഫക്റ്റിൻ്റെ അകത്ത് 3Dക്കകത്ത് എക്സ്ട്രൂഡ് ആൻഡ് ബെവൽ. ഓക്കെ, നമ്മൾ നേരത്തെ ഒരു എഫക്റ്റ് കൊടുത്തു, അതുകൊണ്ടാണ് അത് റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചത്. നമ്മൾ ഓൾറെഡി അത് കൊടുത്തു വെച്ചിരിക്കുകയായിരുന്നു. ഇനി നമ്മൾ നോക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്സിസിൻ്റെ ഒക്കെ ഫ്രണ്ടും ബാക്കും ഒക്കെ നമ്മൾ നേരത്തെ നോക്കിയായിരുന്നല്ലോ, നേരത്തെ അതേ സെയിം തന്നെയാണ്. അപ്പോൾ നമ്മൾ കസ്റ്റമിൽ ഇരുന്നോട്ടെ, നമുക്കിതിനെ കറക്കാൻ പറ്റും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ഇതിനെ എന്ത് ചെയ്യാൻ പറ്റും, ക്ലിക്ക് ചെയ്ത് കറക്കാൻ പറ്റും. ഇത് സംഭവം സ്വല്പം ഹെവിയാണ് എന്നാണ്. അതുകൊണ്ട് നമ്മൾ സിസ്റ്റം കുറച്ച് ഹെവി ആവും, കാരണം 3D ആയതുകൊണ്ട് തന്നെ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വാല്യൂസ് നമ്മൾ കുറച്ച് വാല്യൂസ് കൊടുക്കുന്ന അല്ലെങ്കിൽ റൊട്ടേഷനൊക്കെ ഒരു പരിമിതിയിൽ ചെയ്യുന്നതായിരിക്കും നല്ലത്. സോ ഇനി നമ്മൾ നോക്കുന്നതെന്ന് പറഞ്ഞാൽ എക്സ്ട്രൂഡ് ഡെപ്ത് ആണ്. അതിൽ സെലക്ട് ചെയ്തിട്ട് അതിനെ നമുക്ക് എക്സ്ട്രൂഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അത് ഹാങ് ആയി കണ്ടോ, എക്സ്ട്രൂഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനത് ക്യാൻസൽ ചെയ്തു. ഓക്കെ, ഒന്നും കൂടെ അൺഡു ചെയ്ത് വന്നു, ഒന്നും കൂടെ സെലക്ട് ചെയ്യുന്നു. അതിൻ്റെ ഡീഫോൾട്ട് ഇട്ട് തന്നെ ചെയ്യാം, അല്ലെങ്കിൽ അത് ഹാങ് ആവാനുള്ള ചാൻസ് ഉണ്ട്. 3Dക്കകത്ത് എക്സ്ട്രൂഡ് ആൻഡ് ബെവലിൽ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം നമുക്ക് എക്സ്ട്രൂഡ് ഡെപ്ത് മാത്രം ഒന്ന് ഇൻക്രീസ് ചെയ്യാം. ഇപ്പോൾ നോക്കിയേ, ഡെപ്ത് കൂടുതലായിട്ട് വന്നിട്ട് 3D ഫീല് വരണുണ്ട് ഇത് കാണുമ്പോൾ. ഓക്കെ, പെർസ്പെക്റ്റീവ് എന്താണ് കുറച്ചൊരു ആ ഒരു സാധാരണ ഒരു 2D ഇതാണ് 2D ആയിട്ട് നിൽക്കുന്ന ഒരു ഒബ്ജക്റ്റ് ആയിരുന്നു. ഇത് ഫ്ലാറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ഒബ്ജക്റ്റിന് നമ്മൾ എന്ത് ചെയ്ത് കുറച്ച് 3D ഫീലിൽ കൊണ്ടുവന്നു. ഓക്കെ, ഈ ക്യാപ്പ് ഓൺ ഓഫ് ചെയ്യാൻ പറ്റും. ഈ ക്യാപ്പ് ഓഫ് ചെയ്ത് അറിയാലോ, ആ ഒരു ഏരിയ അങ്ങ് കട്ടായി പോകും. ഓക്കെ, ആ ഒരു അടപ്പങ്ങ് പോകും. അത് തന്നെയാണ് ക്യാപ്പ് ഓണും ഓഫും. ഓക്കെ, അടപ്പ് ഓണും ഓഫും ചെയ്യാൻ പറ്റും. നമുക്ക് എന്ത് ടെക്സ്റ്റ് നമുക്കിത് കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു ടെക്സ്റ്റ് ടൈപ്പ് ചെയ്ത് നോക്കാം. ടെക്സ്റ്റിൽ കുറച്ചും കൂടെ ഒരു ഫീൽ കിട്ടും ഇതിനെക്കാട്ടി. ഓക്കെ, ഇത് സർഫസിൻ്റെ അകത്ത് ഇപ്പോൾ പ്ലാസ്റ്റിക് ഷെയ്ഡിങ് ആണ്. വയർ ഫ്രെയിം ആക്കി ഇങ്ങനെ കാണാം. നോ ഷെയ്ഡിങ് ആണെങ്കിൽ ഇങ്ങനെ ഇരിക്കും. ഡിഫ്യൂസ് ഷെയ്ഡിങ് ആണെങ്കിൽ ആ ഒരു ഡിഫ്യൂസിൻ്റെ കളർ ഇവിടെ വരും. പ്ലാസ്റ്റിക് ഷെയ്ഡിങ് ആണെങ്കിൽ പ്ലാസ്റ്റിക്. നമ്മൾ നോർമലി ഡിഫ്യൂസ് ഷെയ്ഡിങ്ങിൽ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ഷെയ്ഡിങ്ങിലാണ് ഇരിക്കുന്നത്. ഇനി നമ്മൾ നോക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പെർസ്പെക്റ്റീവ് നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. കണ്ടോ, ആ ഡെപ്ത് കുറഞ്ഞിട്ട് കറക്റ്റ് പെർസ്പെക്റ്റീവിൽ കയറി സംഭവം. ഇതാ പെർസ്പെക്റ്റീവിൽ ഇതിൻ്റെ കളർ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് മാപ്പ് ആർട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതിൻ്റെ അകത്ത് നണ്ണാണ് കിടക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള കളർ വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും മാപ്പ് ആർട്ടിൻ്റെ അകത്ത്. അപ്പോൾ നമ്മൾ ഇതാണ് കളർ എന്നുണ്ടെങ്കിൽ നമുക്ക് സ്കെയിൽ ടു ഫിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ, ഈ ഒരു കളർ നമുക്ക് അതിൻ്റെ അകത്ത് ഫില്ല് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇതാണ് കളർ. അപ്പോൾ ഇതിൽ നിന്ന് എക്സ്ട്രൂഡ് ചെയ്ത് വന്നതാണ് ബാക്കിയുള്ള ഒബ്ജക്റ്റ്. അപ്പോൾ അതിൻ്റെ കളർ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഞാൻ ഇതിന് ഓക്കെ കൊടുത്തിട്ട് മോർ ഓപ്ഷൻ ഉണ്ട് ഇതിൻ്റെ അകത്ത്. കണ്ടോ, മോർ ഓപ്ഷൻ. അതിലൊരു പ്രാവശ്യം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി ഒക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ ഇങ്ങനെ ഇതാണ്ടോ, ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കറക്കുന്ന സമയത്ത് ഈ ഒരു പർട്ടിക്കുലർ ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി നമുക്ക് ഇതിപ്പോൾ 100% ഇരിക്കുകയാണ്. അതിനകത്ത് ആംബിയൻ ലൈറ്റിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതിനെ നമുക്ക് നീക്കാം. ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പുതിയൊരു സംഭവം ആഡ് ചെയ്യാം. കണ്ടോ, അപ്പോൾ ലൈറ്റിൻ്റെ ഒരു വര പോലെ അവിടെ ഇങ്ങനെ പോയി. കണ്ടോ, അപ്പോൾ അതിനെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതിൻ്റെ ഇൻറ്റൻസിറ്റി കണ്ടോ കൂട്ടാം. ഓക്കെ, ബ്ലെൻഡ് സ്റ്റെപ്പ് നമുക്ക് ഇൻക്രീസ് ചെയ്യാം. അപ്പോൾ എത്രത്തോളം ലൈറ്റ്സ് ഇവിടെ ആഡ് ചെയ്യുന്നുണ്ടോ അത്രത്തോളം എന്താണ് ലൈറ്റ് അവിടെ എമിറ്റ് ചെയ്യുന്ന ഒരു ഫീല് നമുക്ക് അതിൻ്റെ അകത്ത് കൊണ്ടുവരാൻ പറ്റും. പ്ലാസ്റ്റിക് ഷെയ്ഡ്, അതുപോലെ തന്നെ ഹൈലൈറ്റ് സൈസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനും കുറയ്ക്കാനും പറ്റും. കണ്ടോ, അതിൻ്റെ അകത്തുള്ള എന്താണ് അകത്തിരിക്കുന്ന പോർഷനിലെ ലൈറ്റാണ്. ഷെയ്ഡിങ് കളർ ബ്ലാക്ക് ആണ്. നണ്ണാക്കി കഴിഞ്ഞാൽ വൈറ്റ് ആവും, മീൻസ് ഒന്നും ഇല്ലാതാവും, ആ ഒരു ഏരിയ മാത്രം. അപ്പോൾ ബ്ലാക്ക് ആണെങ്കിൽ ബ്ലാക്ക് ആക്കുക. കസ്റ്റം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള കളർ വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് പിക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. കളർ വേണമെങ്കിൽ നമുക്ക് അതിൻ്റെ അകത്ത് ചെയ്യാൻ പറ്റും. ഓക്കെ,
ഇങ്ങനെ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഇതിൻ്റെ അകത്ത് എന്ത് ചെയ്യാൻ പറ്റും, ബേസിക്കലി ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ലൈറ്റിൻ്റെ ആ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലാണ് കംപ്ലീറ്റ് ആയിട്ടുള്ള പ്രോസസ്സ് ഇരിക്കുന്നത്. ഇതാ ലൈറ്റ് ഡ്രാഗ് ചെയ്ത് ഡ്രോപ്പ് ചെയ്യുന്ന പോലെയാണ് മെയിനായിട്ടും അതിൻ്റെ പ്രോസസ്സ് ഇരിക്കുന്നത്. നമുക്ക് ബ്ലാക്ക് അടിച്ചു കഴിഞ്ഞാൽ വീണ്ടും ബ്ലാക്കിൽ തന്നെ വരും. ഇത് കറക്കണമെന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ കറക്കി നോക്കാം. ഇതാണ്ട് പക്ഷെ ഒരു സാധാരണ സോഫ്റ്റ്വെയറിനെ സംബന്ധിച്ചിടത്തോളം ഇത് കുറച്ച് ഹെവി ആയിരിക്കും സംഭവം. കാരണം സാധാരണ 2D നിന്നുകൊണ്ടാണ് നമ്മൾ 3Dയിലോട്ട് വരുന്നത്. ഓക്കെ, ഫിയർ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ മുകളിലോട്ട് കയറിപ്പോവും. ആ ലൈറ്റിങ്ങിൻ്റെ പ്രോപ്പർട്ടി ഒന്നും കാണിക്കത്തില്ല. ഓക്കെ, ക്ലിക്ക് ചെയ്തും അത് പോവും. ഓക്കെ, ഞാനിനി ഇതിനെ ഓക്കെ കൊടുക്കുകയാണ്. ഇതിൻ്റെ അകത്തിന് പെർസ്പെക്റ്റീവ് ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് പെർസ്പെക്റ്റീവ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഇത്രയും കാര്യങ്ങളാണ് എക്സ്ട്രൂഷനിലും അല്ലെങ്കിൽ എന്താണ് ബേസിക് ആയിട്ടുള്ള 3Dയിലും ഉള്ളത്. ഇങ്ങനെ 3D ആക്കി കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഇതാണ്ടോ ആ ഒരു ക്വാളിറ്റിയിൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. ഇവിടെ ജസ്റ്റ് കറക്കി നോക്കി അറിയാൻ പറ്റും. കണ്ടോ, അത്രയും ഷേപ്പ് അല്ലെങ്കിൽ പോലും ഒരു 3D ഇപ്പോൾ ഒബ്ജക്റ്റ് എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് നമുക്ക് 3D ക്വാളിറ്റിയിൽ വേണമെന്ന് ക്ലയൻ്റ് ആയിട്ടും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ രീതിയിൽ നമുക്ക് ഔട്ട് എടുത്ത് കൊടുക്കാം. ഇത്രയും ക്വാളിറ്റിയിൽ നമുക്ക് കാണിക്കാം. 3D ചെറുതായിട്ടൊന്ന് 3D ആക്കാൻ പറ്റും. ഓക്കെ, ഞാനിതിന് ഓക്കെ കൊടുത്തു. ഞാൻ അതിനങ്ങ് റിമൂവ് ചെയ്ത് കൊടുത്തു. ഇനി ഞാൻ അതിനെ നമുക്ക് സാധാരണ ഒരു ടെക്സ്റ്റിൽ നമുക്കൊന്ന് നോക്കാം. സോ ഇവിടെ സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ ASAVG ഇങ്ങനെ ടൈപ്പ് ചെയ്തു. സ്വല്പം ഒന്ന് സ്കെയിൽ ചെയ്തു. ഷിഫ്റ്റ് ഹോൾഡ് ചെയ്ത് ഒരേ കണക്ക് സ്കെയിൽ ചെയ്തു. അതിനുശേഷം ഞാൻ കളർ ചേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, ഇതിനെ നമുക്കൊന്ന് 3D ആക്കി നോക്കാം. എഫക്റ്റിൻ്റെ അകത്ത് 3Dക്കകത്ത് ഏതാണ് എക്സ്ട്രൂഡ് ആൻഡ് ബെവൽ ഒരു പ്രാവശ്യം ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നോക്കിയേ 3D ആയി കഴിഞ്ഞു. ഇനി നമുക്ക് ബെവലിനെ സെലക്ട് ചെയ്യുക. ബെവലിൻ്റെ അകത്ത് നമ്മൾ നേരത്തെ നോക്കാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്, അതും കൂടെ പറയാം. ഈ ബെവലിൻ്റെ എക്സ്ട്രൂഷൻ നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. കണ്ടോ, 3D എക്സ്ട്രൂഷൻ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ തൊട്ട് താഴെയായിട്ട് ബെവലിൻ്റെ അകത്ത് ക്ലാസിക് ബെവലുണ്ട്, അതുപോലെ തന്നെ കോംപ്ലക്സ് ബെവലുണ്ട്, അതുപോലെ കോംപ്ലക്സ് 2 ഉണ്ട്. അത് പല പല വിവിധ തരത്തിലുള്ള ബെവലുകളാണ്. കണ്ടോ, അതിൻ്റെ എന്താണ് നമുക്ക് എക്സ്ട്രൂഷൻ കുറച്ച് കഴിഞ്ഞാൽ കുറയ്ക്കാതെ വീണ്ടും അതിൻ്റെ കാര്യങ്ങൾ നമുക്ക് കുറച്ചും കൂടെ ഒരു കണ്ടോ ഭയങ്കര കൂടുതൽ സിസ്റ്റം ഹാങ് ആവാനുള്ള ചാൻസ് ഉണ്ട് ഇതിൽ. സോ നമ്മൾ ഭയങ്കര അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ സിസ്റ്റം ഹാങ് ആയിപ്പോവും. ഒരുപാട് ഇത് കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ കോംപ്ലക്സ് കയറി പോവേണ്ടത്. അതുപോലെ തന്നെ ജാഗിനെസ് ഉള്ളത്, റോളിംഗ് ഉള്ളത്, ഓക്കെ, റൗണ്ടഡ് ഉള്ളത്, ടോൾ കൗണ്ട് ഉള്ളത്, അങ്ങനെ പല പല രീതിയിലുള്ളത്. ഞാനിപ്പോൾ നണ്ണാക്കി കഴിഞ്ഞാൽ പഴയ പോലെ അവിടെ നിൽക്കും. ബെവലിനെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുക. അഡ്ജസ്റ്റ് ചെയ്തിട്ട് പ്രോപ്പറാക്കി ക്യാപ്പ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ ആ ഒരു ഇതിൻ്റെ ഫീൽ അങ്ങ് പോകും. എന്താണ് അത് പുറത്തിരിക്കുന്ന ആ ഒരു ക്യാപ്പ് അങ്ങ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു രീതിയിലായിരിക്കും സംഭവം വർക്ക് ചെയ്യേണ്ടത്. പിന്നെ ഇതിൻ്റെ അകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാപ്പ് ആർട്ട് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇതിൻ്റെ അകത്തുണ്ട്. ഫിയർ ഓപ്ഷൻ മാറ്റി കഴിഞ്ഞാൽ വേറെ പല പല രീതിയിലുള്ള ഓപ്ഷൻസും ഇതിൻ്റെ അകത്തുണ്ട്. ബ്ലെൻഡ് ഓപ്ഷൻ, ലൈറ്റ് ക്ലിക്ക് ചെയ്ത് ലൈറ്റ് നമുക്ക് തിരിക്കാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൻ്റെ അകത്ത് വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതായത് ഒരു 3D ടെക്സ്റ്റിൻ്റെ അതേ രൂപത്തിൽ തന്നെ നമുക്ക് ഇതിനെ കൊണ്ടുവരാൻ പറ്റും. നല്ലോണം സൂം ചെയ്ത് കണ്ടോ. അപ്പോൾ ഒരു ഇതിൻ്റെ അകത്ത് 3D വേണമെന്നുണ്ടെങ്കിൽ 3Dയിലുള്ള ഫീലിൽ നമുക്ക് തന്നെ കൊണ്ടുവരാൻ പറ്റും. ഓക്കെ, ഇതിനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡീഫോൾട്ടായിട്ട് തന്നെ നമുക്ക് വർക്ക് ചെയ്യാം. ബാക്കിയെല്ലാം സാധാരണ പോലെ എല്ലാ ടൂൾസും നമുക്ക് ഇതിൻ്റെ അകത്ത് യൂസും ചെയ്യാം. ഓക്കെ, ഇനി അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഒരു കേവ് വരച്ചിട്ട് നമുക്ക് എങ്ങനെ അതിനെ റിവോൾവ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് നോക്കുന്നത്. നമ്മൾ നോക്കുന്ന ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫക്റ്റിൻ്റെ അകത്ത് 3D, അതിൻ്റെ അകത്ത് നമ്മളിപ്പോൾ നോക്കിയെന്ന് പറഞ്ഞാൽ എക്സ്ട്രൂഡ് ആൻഡ് ബെവൽ, അതുപോലെ തന്നെ റൊട്ടേറ്റ് ആണ് നമ്മൾ നോക്കിയത്. രണ്ടെണ്ണം റൊട്ടേറ്റും നമ്മൾ നോക്കി. ഇനി നമ്മൾ നോക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിവോൾവ് എന്ന് പറഞ്ഞ ഓപ്ഷൻ. അത് ഇങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല, എപ്പോഴും നമുക്ക് കേവ് വേണം. കേവ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് റിവോൾവ് എന്ന് പറഞ്ഞ ഓപ്ഷൻ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ നമ്മൾ നോക്കുന്നതെന്ന് പറഞ്ഞാൽ റിവോൾവ് ആണ്. അതിന് വേണ്ടിയിട്ട് നമുക്ക് പെൻ ടൂൾ എടുക്കണ്ട. ഓക്കെ, പെൻ ടൂൾ എടുക്കാതെ നമുക്ക് സാധാരണ കർവേച്ചർ ടൂളാണ്. അപ്പോൾ എന്താണ് കുറച്ചും കൂടെ സ്മൂത്ത് ആയിട്ട്, പെൻ ടൂളിനെ കാട്ടി കുറച്ചും കൂടെ സ്മൂത്ത് ആയിരിക്കും. സോ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു കളർ കൊടുക്കാം. ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്കൊരു ജസ്റ്റ് ഒരു കളർ ഇങ്ങനെ കൊടുക്കാം. എന്നിട്ട് ഞാൻ ആ കർവേച്ചർ ടൂൾ വെച്ചിട്ട് ഞാൻ ഇങ്ങനെ കറക്കി ഏതെങ്കിലും ഒരു ഷേപ്പ്. ഓക്കെ, ഈ ഷേപ്പാണ് ഈ ഷേപ്പ്, നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പ് കൊടുക്കുക. ഞാനിപ്പോൾ ഈ ഷേപ്പ് ആണെങ്കിൽ ഈ ഷേപ്പ് കൊടുത്തിട്ട് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് വെച്ചു ഇങ്ങനെ. ഓക്കെ, ഇങ്ങനെ ഈ ഷേപ്പിന്. എന്നിട്ട് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എഫക്റ്റിൻ്റെ അകത്ത് നമ്മൾ നേരത്തെ നോക്കിയത് എക്സ്ട്രൂഡും ഏതാണ് റൊട്ടേറ്റുമാണ്. നമുക്ക് റിവോൾവിൽ ക്ലിക്ക് ചെയ്യുക. റിവോൾവ് കുറച്ച് ഹാങ് ആയിരിക്കും, പക്ഷെ ഇപ്പം നോക്കിയേ ആ ഒരു പർട്ടിക്കുലർ കർവിൽ നിന്നും ജനറേറ്റ് ആയിട്ടുള്ള ആ ഒരു പർട്ടിക്കുലർ ഒബ്ജക്റ്റിനെയാണ് ഇപ്പം നമുക്ക് കാണാൻ പറ്റുന്നത്. ഫൈൻ. അപ്പോൾ ഞാൻ ഒന്നുകൂടെ ക്യാൻസൽ ചെയ്തു. ഞാൻ ആ ഒരു പർട്ടിക്കുലർ ഒബ്ജക്റ്റിനെ ഡിലീറ്റും ചെയ്തു. അതിനുശേഷം നമുക്ക് ആ ടൂൾ ഓപ്പൺ ചെയ്തിട്ട് ഒന്നും കൂടെ ഒന്ന് വരയ്ക്കാം. ഓക്കെ, ഇങ്ങനെ വരയ്ക്കാം. ഓക്കെ,
ജസ്റ്റ് അത് നമുക്ക് ക്ലിക്ക് ചെയ്ത് മാറ്റാം. ഓക്കെ, ഇതാണ് നമ്മുടെ ആ ഒരു എന്താണ് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒബ്ജക്റ്റ്. അപ്പോൾ പാത്ത് നമുക്ക് പല പല ഒബ്ജക്ട്സ് ഉണ്ടല്ലോ, നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് അതിനെ എന്ത് ചെയ്യാൻ പറ്റും, അഡ്ജസ്റ്റ് ചെയ്ത് പാത്തിനെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ പറ്റും. ഓക്കെ, അത് ഏത് രീതിയിലാണ് നമ്മൾ തീരുമാനിക്കുക, നമുക്ക് ഏത് ടൈപ്പ് ഓഫ് എന്താണ് കർവ് ആണോ നമുക്ക് വേണ്ടത്, ഏത് ടൈപ്പിലാണ് നമുക്ക് മൂവ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം നമുക്ക് തീരുമാനിക്കാം. ഞാനിപ്പോൾ ഇതാണ് ഇതിൽ സെലക്ട് ചെയ്തിട്ട് ഈ ഒരു പർട്ടിക്കുലർ എഫക്റ്റ് ആണ് നോക്കുന്നത്. ഫിൽറ്ററിൻ്റെ അകത്ത് 3D, അതിൻ്റെ അകത്ത് റിവോൾവ്. ഓക്കെ, ഇത് റിവോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഷേപ്പിലായിരിക്കും വരുന്നത്. ഓക്കെ, അത് നമ്മൾ കൊടുക്കുന്ന അനുസൃതമായിട്ട് നമുക്ക് അതിൻ്റെ ഷേപ്പ് നമുക്ക് അലൈൻ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി ഇതിൻ്റെ അകത്തുള്ള ഓപ്ഷൻസ് നമുക്ക് നോക്കാം. പൊസിഷൻ്റെ അകത്ത് പല പല രീതിയിലുണ്ടാണ്. ഓഫ് ആക്സിസ് ഫ്രണ്ട്, ഓഫ് ആക്സിസ് ബാക്ക്, ഓക്കെ, ഓഫ് ആക്സിസ് ലെഫ്റ്റ്, ഓക്കെ, ഓഫ് ആക്സിസ് റൈറ്റ്, പല പല മാറ്റങ്ങളാണ്. ഓഫ് ആക്സിസ് ബോട്ടം, ഓക്കെ, അത് കംപ്ലീറ്റ് ആയിട്ട് തിരിഞ്ഞു. അതുപോലെ തന്നെ ഐസോമെട്രിക് ലെഫ്റ്റ്, ഐസോമെട്രിക് റൈറ്റ്, ഓക്കെ, ഐസോമെട്രിക് ടോപ്പ്, ഐസോമെട്രിക് ബോട്ടം. ഓക്കെ, ആ ബോട്ടം അതിലായിരിക്കും വരുന്നത്. നമ്മൾ കസ്റ്റം റൊട്ടേഷൻ ആണെന്നുണ്ടെങ്കിൽ നോർമലായിട്ടുള്ള ആ റൊട്ടേഷനിൽ നിൽക്കും. ഓഫ് ആക്സിസ് ഫ്രണ്ട് ആണെന്നുണ്ടെങ്കിൽ അതിൽ, അല്ലാന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ കറക്കി നോക്കാം. ഇതാ ഇത് സെയിം തന്നെയാണ്, അല്ലെങ്കിൽ ഇങ്ങനെ കറക്കി നോക്കി അത് തിരിഞ്ഞു വരും. സെയിം തന്നെയാണ്, നമ്മൾ അവിടെ കൊടുത്തു എന്നേ ഉള്ളൂ. കസ്റ്റം റൊട്ടേഷൻ ആണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് അതിനെ റൊട്ടേറ്റ് ചെയ്ത് എടുക്കാം. ഓക്കെ, സ്വല്പം ഹെവി ആവും, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പെർസ്പെക്റ്റീവ് ആണെങ്കിൽ പെർസ്പെക്റ്റീവ് നമുക്ക് ജസ്റ്റ് ഇൻക്രീസ് ചെയ്യാം, പക്ഷേ ഭയങ്കരമായിട്ട് ഹെവി ആവും. പെർസ്പെക്റ്റീവ് കയറി വരാൻ തോറും നമ്മുടെ സിസ്റ്റത്തിന് അത്രയും ഇതില്ല എന്നുണ്ടെങ്കിൽ അത് അത്ര താങ്ങത്തില്ല. 5 ആണെന്നുണ്ടെങ്കിൽ 5. ഓക്കെ, ക്യാപ്പ് ഓണും ഓഫും ചെയ്യാൻ പറ്റും. അത് ഇവിടെയാണ് ഇരിക്കുന്നത്, നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റത്തില്ല. ഓക്കെ, അതുകൊണ്ട് പെർസ്പെക്റ്റീവിൻ്റെ വാല്യൂവും കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, സ്വല്പം എന്താണ് കുറച്ച് കൊടുക്കുന്നതാണ് നല്ലത്. പിന്നെ നമ്മൾ നേരത്തെ നോർമലി നോക്കിയതുപോലെ ഉള്ള കാര്യങ്ങൾ, ഓഫ്സെറ്റ്, അതുപോലെ തന്നെ ഇതാണ് ഓഫ്സെറ്റ് ആകുമ്പോൾ അത്രയും ഓഫ്സെറ്റ് ആവും. ഓക്കെ, അപ്പോൾ അതിനൊക്കെ നമ്മൾ നോർമലി എന്താണ് ഒരുപാട് വാല്യൂസ് എപ്പോഴും നമ്മൾ കൊടുക്കത്തില്ല, നോർമൽ വാല്യൂസ് എല്ലാം കൊടുക്കുക, അല്ലെങ്കിൽ 0 ആക്കി ഓഫ്സെറ്റ് ആയിട്ട് നിർത്തുക, പഴയ പോലെ നിർത്തുക. ഓക്കെ,